സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു തആല അൻഹു. ഒരു റളിയല്ലാഹു അൻഹു ഒക്കെ പറയാം, നമ്മുടെ കൊച്ചാപ്പട മോനൊന്നും അല്ലല്ലോ, സഹാബിയല്ലേ. സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ആദ്യകാലത്ത് അടിമയായിരുന്നു. അടിമയായി ജീവിച്ചു. യജമാനന്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി അവർ പറയുന്ന ജോലികൾ ചെയ്ത് ആടിനെ മേച്ച് ഒട്ടകത്തെ മേച്ച് അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ കുളിപ്പിച്ച് അങ്ങനെ ജീവിച്ച ആളായിരുന്നു. അടിമത്വത്തിൽ നിന്ന് മോചനം നൽകി അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കൊടി പറത്തി ഇസ്ലാമിന്റെ തത്വസംഹിതയുമായി കടന്നു വന്നപ്പോൾ മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അനുഭവിക്കേണ്ടുന്ന എല്ലാ കഷ്ടപ്പാടുകളും മറ്റു സഹാബികളെ പോലെ തന്നെ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അനുഭവിച്ചു, സഹിച്ചു, കരഞ്ഞു, നിലവിളിച്ചു, കഷ്ടപ്പെട്ടു. പിന്നീട് മക്കത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മദീനത്തേക്ക് ഹിജറ പോകുന്നുണ്ട് സഹാബികളുമായി. അതിൽ ആദ്യം പോയ സംഘത്തിലൊന്നും മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു ഇല്ലായിരുന്നു. അവസാനം സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കത്ത് നിന്ന് മദീനത്തേക്ക് യാത്ര പോകുന്നുണ്ട്. ത്യാഗത്തിന്റെ, കഷ്ടപ്പാടിന്റെ, വേദനയുടെ, ബേജാറിന്റെ, വെപ്രാളത്തിന്റെ, പട്ടിണിയുടെ, സഹനത്തിന്റെ ഒരു യാത്രയാണ് മക്കത്ത് നിന്ന് മദീനത്തേക്ക് മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു ചെയ്ത ആ യാത്ര. പോകുന്ന വഴിയിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടികൂടി. ഒന്ന് രണ്ട് പ്രാവശ്യം ശത്രുക്കളുടെ ഇടയിൽ നിന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു കുതറി മാറിയെങ്കിലും പിന്നീട് സുഹൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിക്കപ്പെട്ടു. തന്റെ കയ്യിലുണ്ടായിരുന്ന നാണയത്തുട്ടുകൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ പിടിച്ചു പറിച്ചു. മക്കയിൽ നിന്ന് സമ്പാദിച്ച, മക്കയിൽ നിന്നുണ്ടാക്കിയ ഒന്നും നിന്നെ മദീനത്തേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുറവിളി കൂട്ടി. മഹാനായ സുഹൈബ് ബിൻ സിനാൻ റളിയല്ലാഹു തആല അൻഹു അവരോട് പറഞ്ഞു, ഈ യാത്ര അള്ളാഹുവിന്റെ പൊരുത്തം തേടിയുള്ള ഒരു യാത്രയാണ്. എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ പടച്ചവന്റെ പൊരുത്തം തേടിയുള്ള യാത്രയാണ്. ഈ ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരനായ മുത്തൊളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഹൃദയം പകർന്നു കൊടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. ഞാൻ അടിമയായിരുന്ന സമയത്ത് ഈ സ്വത്തൊന്നും എനിക്കില്ല. ഒരു ഉടുതുണി പോലും അവകാശമില്ലാത്ത ഒരു അടിമയായിരുന്നു ഞാൻ. അതുകൊണ്ട് എന്റെ ഈ കയ്യിലിരിക്കുന്ന മുഴുവൻ സാധന സാമഗ്രികളും സ്വത്ത് വകകളും നിങ്ങൾ എടുത്തുകൊള്ളുക. പക്ഷേ എന്റെ അനുകമ്പയും എന്റെ ആർദ്രതയുമെല്ലാം അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പകർത്തു കൊടുത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. വർത്തമാനങ്ങളിൽ പരാജയപ്പെട്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റുന്നത് മുഴുവനും നേടിയെടുത്ത് സുഹൈബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മദീനത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈങ്ങാപ്പുഴയുടെ, കൊടുവള്ളിയുടെ, താമരശ്ശേരിയുടെ പരിസരങ്ങളിലുള്ള ആണും പെണ്ണുമായ നമ്മുടെ മക്കൾ അറിയാൻ, മക്കളെ ഒരുപാട് യാത്രകൾക്ക് പണം ചെലവഴിക്കുന്ന മാതാപിതാക്കൾ അറിയാൻ, ഇതുപോലെ ഒരു യാത്ര പരിപൂർണമായും അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരാനുള്ള ആധ്യാത്മികമായ സൗഭാഗ്യങ്ങൾ നുകർന്നുകൊണ്ടുള്ള ഒരു യാത്ര മഹാനായ സുഹൈബ് റളിയല്ലാഹു തആല അൻഹു നടത്തുമ്പോൾ അവിടെ പ്രചോദനമായി മുമ്പിൽ നിന്നത് രണ്ട് വസ്തുക്കളാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഈ ലോകത്തെ പടച്ച സൃഷ്ടാവായ പടച്ചവനിലുള്ള വിശ്വാസത്തിന്റെ അരക്കിട്ടുറപ്പിച്ച ഖൽബുമായിട്ടാണ് സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനത്തേക്ക് പോകുന്നത്. രണ്ട്, ലാ യുമിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. വേദനയോടെ പ്രസവിച്ച ഉമ്മയെക്കാളും
തനിക്ക് ഭക്ഷണം തന്ന, തനിക്ക് സംരക്ഷണം തന്ന വാപ്പയെക്കാളും ഈ ഭൗതിക ലോകത്ത് മനുഷ്യരായി ജീവിച്ചിരിക്കുന്ന സർവ്വസൃഷ്ടി ചരാചരങ്ങളെക്കാളും ഏറ്റവും അധികം മഹബത്ത് കൊടുക്കേണ്ടത് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് എന്ന പൂർണ്ണമായ ബോധമുള്ളത് കൊണ്ട്, അങ്ങനെ തന്നെ പ്രണയം കൊടുത്തിട്ട് നടന്നുപോയ യാത്രയായതുകൊണ്ട് മഹാനായ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് ആ യാത്രയിൽ പരാജയപ്പെടേണ്ടി വന്നിട്ടില്ല. ഇന്ന് നമ്മുടെ തലമുറ ഏറ്റവും അധികം തെറ്റ് ചെയ്യുന്നത് യാത്രകളിലാണ്. ഏറ്റവും അധികം ഹറാമ് കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും യാത്രകളിലാണ്. ആദ്യമായിട്ടൊരു ചെറുപ്പക്കാരൻ ഇന്ന് കണ്ടുപിടി തുടങ്ങുന്നത് കൂട്ടുകാരനോടുള്ള യാത്രയിലാണ്. ആദ്യമായിട്ട് ഈങ്ങാപ്പുഴയിലെ ഒരു യുവാവ് ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്നത് അവന്റെ സമപ്രായക്കാരായ കൂട്ടുകാരുമൊത്തുള്ള യാത്രക്കിടയിലാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നാര ഉമ്മമാരെ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് മത്തയിട്ട് മക്കനയിട്ട് തട്ടമിട്ടിറങ്ങി പോകുന്ന നിന്റെ പ്രിയപ്പെട്ട പെമ്മക്കളുണ്ടല്ലോ, യാത്രകളിലാണുമ്മ. വഴികേടി തരത്തിന്റെ ഇബ്ലീസിന്റെ പൂമണം അവർക്ക് ലഭിക്കുന്നത് യാത്രകളിലാണ്, വാഹനങ്ങളിലാണ്, അന്യനാടുകളിലാണ്. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു സംഘം ചെറുപ്പക്കാര് വന്ന് പറയുന്നു, തങ്ങളെ, ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഒരു സംഘം യുവാക്കൾ, ഒരു സംഘം ചെറുപ്പക്കാർ വന്നിട്ട് പറയുന്നു, ഞങ്ങളൊരു യാത്ര പോവുകയാണ്. ഇതിനു മുന്നേ ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ നിങ്ങൾ എന്റെ അടുത്തോ, ഞാൻ നിങ്ങളെ ഒന്ന് യാത്ര അയക്കട്ടെ. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുവദ്ദിഉനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ യാത്രയാക്കിയതുപോലെ നിങ്ങളെ ഞാനൊന്ന് യാത്രയാക്കട്ടെ. ഇതൊരു നിങ്ങൾക്കൊരു സുഖിക്കുന്ന വിഷയമല്ലാത്തത് കൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. കുടുംബജീവിതവും അതുപോലെ പ്രസവവും ഒന്നുമല്ല പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ കുറേ വിഷയങ്ങൾ ഈ അടുത്ത സമയത്ത് നമ്മുടെ ആനുകാലികമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങൾ തയ്യാറാക്കിയ കൂട്ടത്തിൽ എടുത്തൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു ചെറിയ ശ്രദ്ധ ഒന്ന് കൊടുത്തിരുന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, പ്രിയപ്പെട്ട തങ്ങളെ, ഞങ്ങൾ ഒരു സംഘം ചെറുപ്പക്കാർ ഞങ്ങൾ യാത്ര പോവുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊന്ന് അടുത്തേക്ക് വന്നേ, നിങ്ങളെ ഞാനൊന്ന് യാത്രയാക്കട്ടെ. കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുവദ്ദിഉന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെയൊക്കെ യാത്രയാക്കിയിരുന്നു. പണ്ട് എവിടെയെങ്കിലും പോകണമെന്ന് പറയുമ്പോൾ ഒരു യാത്ര അയപ്പിക്കലുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളെ ഞാനൊന്ന് യാത്രയാക്കട്ടെ. ആ ചെറുപ്പക്കാർ, ആ യുവാക്കൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെന്ന് നിന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 3 വിഷയത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുകയാണ്. യുവാക്കൾ യാത്ര പുറപ്പെടുമ്പോ, ഉമ്മമാരും ഉപ്പമാരും യാത്ര പുറപ്പെടുമ്പോ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഗൾഫിലേക്ക് പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട മക്കൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോ, നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി യാത്ര പോകുമ്പോ, യാത്ര അയക്കുന്നവരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ഇങ്ങനെ യാത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ യാത്ര അയച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത് പറഞ്ഞത് അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. 3 കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളുടെ ദീനിനെ സംരക്ഷിക്കട്ടെ. അസ്തൗദിഉല്ലാഹ ദീനക, പടച്ചവൻ നിങ്ങളെ ദീനിനെ സംരക്ഷിക്കട്ടെ. മക്കളെ, നിങ്ങൾ എവിടെയാണ് പോകുന്നത്? ഗോവയിലാണോ, തായ്ലാന്റിലാണോ, മലേഷ്യയിലാണോ? എവിടെയാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങൾ എവിടെ പോയാലും അസ്തൗദിഉല്ലാഹ ദീനക, അല്ലാഹു നിങ്ങളെ ദീനിനെ സംരക്ഷിക്കട്ടെ. ദീനില്ലാത്ത യാത്ര, ദീൻ നഷ്ടപ്പെടുന്ന യാത്ര, വീട്ടിൽ നിന്നിറങ്ങുമ്പോ മത്തയും മക്കനെയും ഇട്ട് സലാം പറഞ്ഞ് ഉമ്മച്ചിക്ക് മുത്തം കൊടുത്തു പോകുന്ന കോഴിക്കോട്ടെ പെങ്ങളെ, വാഹനത്തിന്റെ അകത്ത് കയറുമ്പോ തട്ടം മാറ്റുന്ന, മഫ്ത മാറ്റുന്ന, മക്കനെ മാറ്റുന്ന മോളോടാണ് ഉമ്മ ഈ ദുആ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാഹു മോളെ ദീനിനെ സംരക്ഷിക്കട്ടെ, അല്ലാഹു മോന്റെ ദീനിനെ സംരക്ഷിക്കട്ടെ. പഠനമെന്ന പേര് പറഞ്ഞുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടുന്നില്ലേ? ഗൗരവത്തോടെ പഠിക്കണമെന്റെ ഉമ്മമാർ. എന്നെ കുറ്റപ്പെടുത്തിയിട്ടോ, എന്നെ കല്ലെറിഞ്ഞിട്ടോ,
എന്നെ പരിഹസിച്ചിട്ടോ എന്റെ പ്രഭാഷണത്തിന്റെ താഴെ നെഗറ്റീവായി കമന്റ് എഴുത്തിയിട്ടോ അതിന് പരിഹാരമാവൂല ഉമ്മമാരെ, അതിന് പരിഹാരമാവൂല ഉപ്പമാരെ. നിങ്ങളുടെ മക്കൾ പഠിക്കട്ടെ, അവരെ എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യട്ടെ. ഏത് ലോകത്തും യാത്ര ചെയ്യാൻ അവർക്ക് ബോധമുണ്ടാവട്ടെ, വിവേകമുണ്ടാകട്ടെ. പക്ഷേ നിങ്ങളുടെ മക്കളെ പറഞ്ഞു വിടുമ്പോ എന്റെ ഈങ്ങാപ്പുഴയിലെ കോഴിക്കോട് ജില്ലയിലെ എന്റെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കണം കേട്ടോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പക്ക അമാനത്തക്ക വഖബാതീമ അമലിക, ദീൻ സംരക്ഷിക്കുന്ന യാത്രയാകണം. കോഴിക്കോട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊണ്ടുവന്ന് നിൽക്കുകയാണ്. 22 വയസ്സുള്ള പൊന്നുമോള്, 20 വയസ്സുള്ള പൊന്നുമോള്, അവൾ വിദേശത്തേക്ക് പഠിക്കാൻ പോവുകയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ഒരുമിച്ച് പോകുന്നത്. കോഴിക്കോട് നിന്ന് ബസ്സിനകത്തേക്ക്, സ്ലീപ്പർ ബസ്സിനകത്തേക്ക് അതിന്റെ പൊന്നുമോളെ കയറ്റിവിടുമ്പോ ആ ബസ് വരുന്ന വഴിയിൽ അവളുടെ കാമുകൻ കയറുന്നുണ്ട്, അവന്റെ കാമുകി കയറുന്നുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ എത്രയോ ഉമ്മമാരുപ്പമാര് ഇന്നും തോരാത്ത കണ്ണീരുമായി കഴിയുന്നുണ്ട്. ഉമ്മാ, ദുനിയാവിന്റെ സുഖം കൂടുമ്പോ ആഖിറം പതിയെ പതിയെ നഷ്ടപ്പെട്ടു പോകും. ഉമ്മ, ഏത് വാപ്പയാണ് ശ്രദ്ധിക്കുന്നത്? ഏതുമ്മയാണ് ശ്രദ്ധിക്കുന്നത്? ദുനിയാവിന്റെ സ്റ്റാറ്റസ് നോക്കിയിട്ട് മക്കളെ പഠിക്കാൻ വിട്ടോ? പഠിക്കണ്ട, പഠിപ്പിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ ദീൻ നഷ്ടപ്പെട്ടു പോവല്ലേ ഉമ്മ. മരിക്കുമ്പോ ഒരു ദുആ കിട്ടണ്ടേ? മരിക്കുമ്പോ ഖബറിന്റെ ചാരത്ത് വന്നൊരു ഫാത്തിഹ ഓതണ്ടേ? മരിക്കുമ്പോ എന്റെ ഉമ്മച്ചിയാണെന്ന് പറഞ്ഞ് മയ്യത്ത് കുളിപ്പിക്കണ്ടേ? എന്റെ വാപ്പച്ചിയാണെന്ന് പറഞ്ഞ് സ്വതക്ക ചെയ്യണ്ടേ? ഒരു ദീനീ ചിട്ടയൊത്ത, ദീനീ നിലവാരമൊത്ത ഒരു ജീവിതം നിന്റെ പ്രിയപ്പെട്ട മക്കൾ നയിക്കണ്ടേ? അതുകൊണ്ട് മക്കളെ യാത്രയാക്കുമ്പോ ഏത് ലോകത്തേക്ക് പഠിക്കാൻ വിട്ടാൽ, ഏതൊക്കെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വിട്ടാൽ അല്ലാഹുവിന്റെ ദീനാണ് ഒന്നാമത്തെ വിഷയമെന്നത് മറക്കല്ലേ. ആ പടച്ചവന്റെ ദീനും ഖുർആനും നെഞ്ചിൽ നിന്നെടുത്തു മാറ്റല്ലേ. എത്രയൊക്കെ ഉദ്യോഗം കരസ്ഥമാക്കിയാലും, എത്ര പണത്തിന്റെ കൊടുമുടി കിടന്നാലും അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഒരു ഹൃദയമുണ്ടെങ്കിലും അവിടെയാണ് നിങ്ങളുടെ പരിപൂർണമായ വിജയം വരുന്നത്. എത്രയോ സ്ഥലങ്ങളിൽ നമുക്കിന്ന് കാണാം വലിയ വലിയ അപകടങ്ങൾ. ഇന്ന് സഹോദരിമാരൊക്കെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കളുടെ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് കുടുംബ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് എൻ്റെ മകന്, എൻ്റെ മകൾക്ക് ഇത്രയും കിട്ടി എന്നുള്ള ഒരു വീരവാദം മുഴക്കാനുള്ള ആർത്തിയാണ് ഉമ്മാക്കും വാപ്പാക്കും. എങ്ങനെ വാങ്ങിയാലും മതി, അവർ പഠിക്കട്ടെ, പഠിക്കാതെ നേടിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും തന്ത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കട്ടെ. എന്നിട്ട് എൻ്റെ മകനെ വിദേശത്ത് പോയി പഠിപ്പിച്ച് അവൻ അവിടെ പഠിക്കുന്നു എന്ന് പറയുന്നത് ഉമ്മാക്കും വാപ്പാക്കും ഒരു അന്തസ്സാണ്. ആയിക്കോട്ടെ, അതിനൊന്നും എതിർക്കുന്നില്ല. ഒരുപാട് ഞങ്ങളുടെയൊക്കെ പല സുഹൃത്തുക്കളുടെയും ഉസ്താദുകളുടെ മക്കളൊക്കെ വിദേശത്ത് പഠിക്കുന്നുണ്ട്. പക്ഷെ അവിടെ പോകുമ്പോൾ അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം അസ്തൗദിഉല്ലാഹ ദീനക, നമ്മുടെ ദീൻ അത് നഷ്ടപ്പെടാൻ പാടില്ല. നമുക്ക് ആകെയുള്ളൊരു മുതലാണത്. ഇന്ന് ഏതൊക്കെ തരത്തിൽ നിരീശ്വരവാദികളും മാന്തി പൊളിച്ചുകൊണ്ടിരിക്കാൻ അവർ ശ്രമം നടത്തുമ്പോഴും നമ്മളതിനെ വളരെ പകിട്ടോടെ പവിത്രതയോടെ കാത്തു സൂക്ഷിക്കുന്നു. അവരത്ഭുതത്തോടെ നോക്കിയിരിക്കാണ് നമ്മുടെ ദീനിന്റെ സംരക്ഷണം കണ്ടിട്ട്. അതിനെ ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി നശിപ്പിക്കാൻ നിങ്ങൾ ഒരുങ്ങരുത് പ്രിയപ്പെട്ടവരെ, ഒരുങ്ങരുത്. മക്കളെ പഠിപ്പിക്കണം, എല്ലാ വിഷയവും കൈകാര്യം ചെയ്യാൻ അറിയട്ടെ, എല്ലാ ഉദ്യോഗങ്ങളിലും അവർ വരട്ടെ. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഒരുപാട് ചരിത്രങ്ങളുണ്ട്, ധാരാളം ചരിത്രങ്ങളുണ്ട്. ബഹുമാന്യനായ അബൂദത്ത് ബിൻ അബ്ദുറഹീം റളിയല്ലാഹു അൻഹു എന്ന മഹാൻ പറയുകയാണ്, ശ്രദ്ധിക്കണേ ഈങ്ങാപ്പുഴയിലെ ഉമ്മമാരെ ശ്രദ്ധിക്കണേ. ഇവിടുത്തെ ഒരു സംഘം ചെറുപ്പക്കാരാണ് മുജീബ് ഉസ്താദിന്റെ കീഴിൽ ഇസ്ലാമിക് സെന്ററിന് വേണ്ടി പ്രവർത്തിക്കാൻ സജ്ജരാകുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ നിങ്ങൾ ശ്രദ്ധിക്കണേ. മഹാനായ അബൂദത്ത് ബിൻ അബ്ദുറഹീം റളിയല്ലാഹു അൻഹു എന്ന മഹാൻ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. യുവാക്കളെ, യാത്ര വരുത്തുന്ന അപകടങ്ങളാണ്, പഠിച്ചോ. ഞങ്ങളുടെ കൂടെ സുന്ദരനായ ഒരു യുവാവ് ഉണ്ടായിരുന്നു. പക്ഷേ ആ യുവാവ് സ്വാഹിമുൻ നഹാർ ഖായിമുൽ ലൈൽ, യാത്രക്കാർക്ക് നോമ്പ് സുന്നത്തില്ല, എന്നിട്ട് പോലും യാത്രയിൽ അയാൾ നോമ്പാണ്. ഒരു ആഹാരവും കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, അയാൾ നോമ്പുകാരനാണ്. രാത്രിയായി കഴിഞ്ഞാൽ നിസ്കാരമാണ്, ദിക്റാണ്, ദുആയാണ്.
മഹാനായ അബ്ദത്ത് ബിൻ അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ചെറുപ്പക്കാരനെ കണ്ട് ഞങ്ങൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ഒരു യുവാവിന് എങ്ങനെയാണ് ഇതിന് കഴിയുന്നത്? ഒരു യുവാവിന് എങ്ങനെയാണ് ഇതിന് കഴിയുന്നത്? അല്ലാഹുവേ, അവരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. പക്ഷെ അന്ന് രാത്രി അവര് തങ്ങാൻ വേണ്ടി ഒരു സ്ഥലത്തിറങ്ങുമ്പോ ആ ചെറുപ്പക്കാരനെ പോലെ സുന്ദരിയായ, ആ യുവാവിനെ പോലെ സുന്ദരിയായ, ആ യുവാവിനെ പോലെ കാണാൻ ഭംഗിയുള്ള ഒരു സുന്ദരിയായ പെണ്ണ് ആ യുവാവിന്റെ പിന്നാലെ കൂടുകയാണ്. അവൻ ചിരിക്കുമ്പോ കൂടെ ചിരിക്കുന്ന, അവൻ യാത്ര ചെയ്യുമ്പോ കൂടെ പോകുന്ന, അവൻ ഇരിക്കുമ്പോ കൂടെ ചെന്നിരിക്കുന്ന, അങ്ങനെ മായികമായ വലയിൽ വീണിട്ട് ആ ചെറുപ്പക്കാരൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഇന്നിവിടെ തങ്ങുകയാണ്, നിങ്ങൾ ഉപയ്ക്കോ, ഞാൻ ഈ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്, നിങ്ങൾ ഉപയ്ക്കോ എന്ന് പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. ആ യുവാവ് ആ പെണ്ണിന്റെ കൂടെ അവിടെ താമസിച്ചു. കുറെ കാലങ്ങൾക്ക് ശേഷം, ശ്രദ്ധയോടെ കേൾക്കണം, കുറെ കാലങ്ങൾക്ക് ശേഷം അബ്ദത്ത് ബിൻ അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുറെ കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും അതുവഴി യാത്ര പോകുമ്പോൾ മെലിഞ്ഞുണങ്ങിയ ശരീരവുമായി, എല്ലാ ഭംഗിയും പോയി, എല്ലാ ഗ്ലാമറും പോയി, ഒരു മനുഷ്യനവിടെ ഇരിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ കൂടെ കുറെ കാലത്തിന് മുമ്പ് യാത്ര വന്ന കൂട്ടുകാരനല്ലേ? ഇത് ഞങ്ങളുടെ കൂടെ കുറെ കാലങ്ങൾക്ക് മുമ്പ് യാത്ര വന്ന കൂട്ടുകാരനല്ലേ? ഞങ്ങൾ ഓടിച്ചെന്ന് സലാം പറഞ്ഞപ്പോ ആ മനുഷ്യൻ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ്. അയാൾ പറയുന്നു, നസീത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഹാഫിളായിരുന്നല്ലോ, ഞാൻ ഖുർആൻ ഹാഫിളായിരുന്നല്ലോ. നമ്മുടെ യാത്രക്കിടയിൽ സംഭവിച്ച ഒരു ഹറാമ് കൊണ്ട് ഞാൻ പഠിച്ച ഖുർആൻ മുഴുവനും മറന്നുപോയി മക്കളെ, പഠിച്ച ദിക്റുകൾ മുഴുവനും മറന്നുപോയി മക്കളെ, ഇബാദത്തിന്റെ സുഖമെനിക്ക് നഷ്ടപ്പെട്ടു പോയി മക്കളെ. ഒരേ ഒരു യാത്ര കൊണ്ട് സംഭവിച്ചതാണ്, ഒരേ ഒരു യാത്ര കൊണ്ട് സംഭവിച്ചതാണ്. ഏർവാടിയിൽ പോകുമ്പോ, അജ്മീർ പോകുമ്പോ, നാഗൂർ പോകുമ്പോ, മടവൂർ പോകുമ്പോ, കൂട്ടുകാരും കൂട്ടുകാരികളും ഒരുമിച്ച് ബസ്സിനകത്ത് യാത്ര ചെയ്യുമ്പോ ശ്രദ്ധിക്കണേ, 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 ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെടല്ലേ മക്കളെ. ആത്മീയ യാത്ര എന്ന് പേര് പറഞ്ഞാലും, ഭൗതിക ടൂർ പ്രോഗ്രാം എന്ന് പേര് പറഞ്ഞാലും, എവിടെയും അല്ലാഹ്, എവിടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ്, എവിടെയും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മുൻനിർത്തിയിട്ടല്ലാത്ത ഒരു യാത്രക്ക് നിങ്ങൾ നിൽക്കരുത്. വലിയ അപകടം ചെയ്യും. ഇപ്പൊ ഇവിടുന്ന് നമ്മുടെ അബ്ദുൽ ഹക്കീം ഉസ്താദ് എന്ന് നിങ്ങൾ വിളിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ കൂടെ കുറേ സ്ത്രീകൾ ഇവിടുത്തെ ഇസ്ലാമിക് സെന്ററുകളുടെ കീഴിൽ, പിന്നെ ദാറുത്തഖ്വയുടെ കീഴിലും മറ്റുമൊക്കെ ഖുർആൻ ക്ലാസ്സൊക്കെ നടത്തുന്ന കുറേ സഹോദരിമാർ സ്നേഹസാഗരം കാണാൻ വേണ്ടി വന്നിരുന്നു. ഇസ്ലാമികമായ വേഷവിധാനത്തോടുകൂടി, അച്ചടക്കത്തോടുകൂടി, മര്യാദയോടുകൂടി വന്ന് അവിടുത്തെ ഉമ്മമാരെ കണ്ട്, അവിടുത്തെ രോഗികളെ കണ്ട്, അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ച്, അവരുടെ കയ്യിലുള്ള ചെറിയ പൈസയൊക്കെ അവിടെ സ്വതക്കയായിട്ട് കൊടുത്ത്, അവിടെ ഭക്ഷണമൊക്കെ സ്പോൺസർ ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു വന്നു. എത്ര സന്തോഷവും എത്ര അഭിമാനവും തോന്നിയ ഒരു നിമിഷമായിരുന്നു എനിക്ക്. ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. പക്ഷെ എന്നാൽ പോലും ആ ഫോട്ടോ കാണുമ്പോൾ, അവരവിടെ വന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായ സന്തോഷമുണ്ടല്ലോ. എവിടെയൊക്കെ പോവാം, ഈ കാലഘട്ടത്തിൽ എവിടെയൊക്കെ പോവാം, എന്തൊക്കെ ചെയ്യാം. FM-ലൂടെ നിങ്ങൾ ചെയ്ത യാത്രകളുടെ സന്തോഷം പറയാൻ വേണ്ടിയിട്ട് അവതാരകൻ വിളിക്കുമ്പോൾ എന്താ സംഭവം? അടച്ചില്ല. അപ്പോ നിങ്ങൾ ചെയ്ത യാത്രകളുടെ വിശേഷം ചോദിക്കാൻ വേണ്ടി FM-ന്റെ റേഡിയോ ജോക്കി വിളിക്കുമ്പോൾ ഒരു പെൺകുട്ടി എടുത്തു. ആ പെൺകുട്ടി പറഞ്ഞത്, ഞാൻ ഒറ്റക്ക്, എൻ്റെ ഭർത്താവ് അനുവാദം തന്നിട്ട് ഞാൻ ഒറ്റക്കൊരു യാത്ര പോയി. ആ യാത്രയുടെ സുഖം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഒറ്റക്കൊരു യാത്ര പോയി, നല്ലതാണ്. പൂർണ്ണമായും വിശ്വാസവും പൂർണ്ണമായും ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള ക്വാളിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ആ യാത്ര പോയിട്ട് അങ്ങനെ തന്നെ അതേ സ്വഭാവത്തോടെ, അതേ രൂപഭാവത്തോടെ, അതേ വൃത്തിയിലും ശുദ്ധിയിലും ആ പെൺകുട്ടി മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അൽഹംദുലില്ലാഹ്, ചെയ്തോട്ടെ. പക്ഷേ നമ്മൾ മുസ്ലിങ്ങളായ നമ്മൾക്ക് കുറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്.
ഇസ്ലാമികമായി ജീവിക്കുന്ന ഒരു ആണിനും പെണ്ണിനും കുറേ സർക്കിളുകളുണ്ട്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ മുസ്ലിയാർക്ക് നേരം വെളുത്തില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് ഈങ്ങാപ്പുഴയിലെ അല്ലെങ്കിൽ ഈ യൂട്യൂബിലൂടെ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികളായ ഒരു വലിയ സമൂഹത്തിനോടാണ് ഇത് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. യാത്രയിൽ വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എത്രയോ സ്ഥലത്ത് നമ്മളൊക്കെ കാണും, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, പിന്നെ ബസ്സിൽ സ്ലീപ്പർ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളൊരു മൊയിലിയാരാണെന്ന് കാണുമ്പോൾ പെട്ടെന്ന് അടുത്തിരിക്കുന്ന ആളിനെ അങ്ങോട്ട് നീക്കി വെച്ച് ഇങ്ങോട്ട് മാറ്റി വെച്ചൊക്കെ എത്രയോ സ്ഥലത്ത് വല്ലാതെ മാനസികമായ വിഷമം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടെന്നറിയും. അത് ഏതെങ്കിലും ഒരു മുസ്ലിം ഉമ്മാടെ മോളല്ലേ, ഒരു മുസ്ലിം വാപ്പാടെ മോനല്ലേ എന്ന് ചിന്തിക്കുമ്പോൾ നെഞ്ച് നീറും. എത്രയോ കഷ്ടപ്പെട്ട് ഉമ്മയും വാപ്പയും സ്വപ്നം കണ്ട് വളർത്തുന്ന മക്കളാണ്. എത്ര പഠിച്ചാലും മര്യാദയും സംസ്കാരവും ഇല്ലെങ്കിൽ നമ്മുടെ മക്കൾ വട്ടപൂജ്യമാണ്. എല്ലാ വിഷയത്തിനും A+ഉം A1 ഒക്കെ വാങ്ങിക്കോട്ടെ, മര്യാദയും സംസ്കാരവും ഇല്ലെങ്കിൽ വട്ടപൂജ്യമാണ്. അങ്ങനെയുള്ള മക്കളാണ് ഉമ്മയെ കൊല്ലാൻ വേണ്ടി കൊലക്കത്തിയെടുക്കുന്നത്. അങ്ങനെയുള്ള മക്കളാണ് വാപ്പ മരിച്ചു എന്നറിയുമ്പോൾ വാപ്പയെ കാണാൻ വരാൻ നേരമില്ല എന്ന് വിളിച്ചു പറയുന്നത്. സംസ്കാരവും മര്യാദയും നമ്മുടെ മക്കൾ, അതിനാണ് A+ വാങ്ങേണ്ടത്, അതിനാണ് A1 വാങ്ങേണ്ടത്, അതിനാണ് 99% മാർക്ക് വാങ്ങേണ്ടത്. അത് വാങ്ങിയാൽ ലോകത്തെവിടെയും നമ്മുടെ മക്കൾക്ക് പോവാം. ഒരു ലോകത്തിന്റെ സംസ്കാരവും നമ്മുടെ മക്കളെ ചതിക്കൂല, നമ്മുടെ മക്കളെ ചതിക്കൂല. ഞാനിപ്പോൾ ഫാമിലി ആയിട്ടൊരു യാത്ര പോയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ എന്നോട് പറയുന്നു, വയസ്സായി അവർ കൂട്ടുകാരുടെ കൂടെ ഈ രാജ്യത്തൊക്കെ യാത്ര വരുന്ന രംഗം നിങ്ങൾ ആലോചിച്ച് നോക്കി, പേടിയാവുമല്ലേ? പേടിയാവണം, പേടിയാവണം. ഇന്ന് ആർക്കാണ് പേടി? നിങ്ങൾ എന്തിനാണെന്ന് ചോദ്യം ചെയ്യുന്നതെന്ന് ചോദിച്ച് പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് നേരെ മക്കൾ വിരലുയർത്തുമെന്ന് പേടിച്ചിട്ട് ഉമ്മമാർ അനുവാദം കൊടുക്കുകയാണ്. യാത്ര പോകാൻ പൈസ ഇല്ലെങ്കിൽ ഉമ്മാടെ കയ്യിൽ കിടക്കുന്ന വളയും മാലയും ഒക്കെ അഴിച്ചു കൊടുക്കും. അത്രയ്ക്ക് സ്നേഹമാണ് ഉമ്മാക്ക് മക്കളോട്. അനുവാദം കൊടുത്തോളിയും. പക്ഷേ തിരിച്ചു വരുമ്പോഴും സുബഹി ബാങ്കിന്റെ മുമ്പ് തന്നെ ഉണരുന്ന മോളെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേറ്റിരുന്ന് കരയുന്ന മോനെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അല്ലാഹുവേ, യാത്ര കൊണ്ട് ഈമാൻ നഷ്ടപ്പെട്ടു പോയ എത്രയോ എത്രയോ കുടുംബങ്ങളുണ്ട്. ദുനിയാവിന് വേണ്ടി ദീൻ വിൽക്കുന്ന, ദുനിയാവിന് വേണ്ടി ദീനവിറ്റ് കളയുന്ന എത്രയോ യാത്രകളുണ്ട്. പടച്ചവന് കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയായ ബീവി ഖദീജ റളിയല്ലാഹു തആല അൻഹ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവത്തെ തിരിച്ചറിയാൻ വേണ്ടി ഒരാളെ പറഞ്ഞു വിട്ടത് എവിടേക്കാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ? നബി തങ്ങളുടെ ജീവിത രീതിയും സ്വഭാവവും അറിയാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നാട്ടിൽ പോയി അന്വേഷിച്ചാൽ മതി. പക്ഷെ അങ്ങനല്ല, മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തു പോയി കച്ചവടം നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എങ്ങനെയുണ്ട് എന്നാണ് ഖദീജ ബീവിക്ക് അറിയേണ്ടത്. ഷാമിൽ കച്ചവടത്തിന് പോയി മുഹമ്മദ് സല്ലല്ലാഹു ഷാമി കഴിക്കാനായി കാത്ത് ഖദീജ റളിയല്ലാഹു കണ്ണിൽ എണ്ണ വെങ്ങിയിരുന്ന് നോക്കി കണ്ണ് കഴച്ചു കുഴഞ്ഞല്ലോ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കാത്തിരുന്നു. കച്ചവടത്തിന് പോയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എന്താണ് താൻ പറഞ്ഞു വിട്ട ആള് വന്നു മറുപടി പറയുന്നതെന്നറിയാൻ അവര് വന്നിട്ട് പറഞ്ഞു, ഖദീജ, ഇതുപോലെ ഒരു വിശ്വസ്തനായ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കച്ചവടത്തിൽ കള്ളമില്ല, യാത്രയിൽ അനാവശ്യങ്ങളില്ല, യാത്രയിൽ അനാശാസ്യങ്ങളില്ല, ഒരു കളവ് പറയൂല, ഒരു ഹറാമായ നോട്ടമില്ല. എത്ര സ്നേഹമാണ്, എത്ര സൽസ്വഭാവമാണ് എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയോട് ആരംഭപ്പൂവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വന്നു പറഞ്ഞു കൊടുക്കുകയാണ്. ഒരാളുടെ യഥാർത്ഥ സ്വഭാവം അറിയണമെങ്കിൽ അയാളെ കൊണ്ടൊന്ന് യാത്ര പോയാൽ മതി, അപ്പോഴറിയാം. ഒന്ന് യാത്ര പോയാൽ മതി, അപ്പോഴറിയാം തന്ത വൈബാണോ എന്ത് വൈബാണോ അപ്പോഴറിയാം. കുറച്ച് ദൂരം യാത്ര ചെയ്താൽ മതി. ഇന്ന് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് സുഹൃത്തുക്കൾ നിങ്ങൾ 5-6 പേര് കൂടിയിട്ട് ഒരു ട്രെയിനിലോ ഒരു വലിയൊരു കാറിലോ ഒക്കെ യാത്ര ചെയ്ത് നോക്ക്. പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുമ്പോൾ, പോകുന്ന വഴിയിൽ നിസ്കരിക്കാൻ ഇറങ്ങുമ്പോൾ, പോകുന്ന വഴിയിൽ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴറിയാം. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാ, ഒരു മനുഷ്യൻ സ്വാലിഹാണെന്നറിയാൻ 3 അടയാളങ്ങളിൽ ഒന്ന് ആ മനുഷ്യന്റെ കൂടെ യാത്ര ചെയ്ത് നോക്കണമെന്നതാണ്. സഹോദരിമാരൊക്കെ യാത്രയ്ക്ക് പോകുമ്പോൾ ഇവിടെ നമ്മുടെ ഒരുമിച്ചൊരു വണ്ടിക്കകത്ത് പോകുമ്പോൾ ഇവിടെ നിന്ന് യാത്രയിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. അത് സഹിച്ച്
സാമ്പത്തിക ഇടപാടൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നവർക്ക് മാത്രമേ ഈ സ്വലാഹിയത്ത് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു, എന്താണ്, നിങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇനി അന്വേഷിക്കൊന്നും വേണ്ട. അതുപോലെ ഒരു നന്മയുള്ള, അതുപോലെ ഒരു സ്നേഹമുള്ള, അതുപോലെ ഒരു ഹൃദയമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കച്ചവട യാത്രയിൽ ഒരു പോറല് പോലും ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ യാത്ര പറഞ്ഞു വന്ന ചെറുപ്പക്കാരോട് പറഞ്ഞത്, അസ്തൗദിഉല്ലാഹ ദീനക വ അമാനതക വ ഖവാതീമ അമലിക. രണ്ടാമത്തത് അമാനത്തക്ക, നിന്നെ സുരക്ഷിതമായി ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കുടുംബം, നിന്റെ കൂട്ടുകുടുംബാദികള്, യാത്ര പോകുമ്പോ മറക്കല്ലേ, യാത്ര പോകുമ്പോ മറക്കല്ലേ. വിദേശ രാജ്യത്തിന്റെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ കത്തളങ്ങളിൽ കയറി മുറിയെടുക്കുമ്പോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ മറക്കല്ലേ. സുന്ദരനായ കാമുകനെ കാണുമ്പോ നിന്റെ വീടിന്റെ മുമ്പിൽ തുള്ളിച്ചാടി കളിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ മറക്കല്ലേ. ഓർമ്മ വേണേ, ഓർമ്മ വേണേ, എപ്പോഴും അവനെ ഓർമ്മ വേണേ. നെഞ്ചിലവരുണ്ടാവണേ, ഒരു ഹറാമിലേക്ക് പോകാതിരിക്കാൻ, ഒരു അനിസ്ലാമികമായ ചിന്തയിലേക്ക് പോകാതിരിക്കാൻ, കള്ളുകുടിച്ചു ബോധമില്ലാതെ ഉടുമുണ്ടില്ലാതെ നടുറോട്ടിൽ കിടക്കുന്ന ഒരവസ്ഥ വരാതിരിക്കാൻ. മക്കളെ കുറിച്ച് ഓർക്കണേ, ഉമ്മയെ കുറിച്ച് ഓർക്കണേ, വാപ്പയെ കുറിച്ച് ഓർക്കണേ. എന്നെ കുറിച്ച് അവർക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ കള്ളുകുടിച്ച് ഗോവയിലൂടെ, തായ്ലാന്റിലൂടെ, ബാലിയിലൂടെ, മലേഷ്യയിലൂടെ ഞാനിങ്ങനെ നടന്ന, അല്ലാഹുവേ പടച്ചവനെ, എന്റെ ഉമ്മാക്ക് ചേർന്നതല്ലല്ലോ, എന്റെ വാപ്പാക്ക് ചേർന്നതല്ലല്ലോ, ദീൻ പഠിക്കുന്ന എന്റെ മക്കൾക്ക് ചേർന്നതല്ലല്ലോ എന്ന ബോധം മാതാപിതാക്കൾക്കുണ്ടാവണമെന്നാണ്. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തു കൊടുത്തത്, വമാനതക വഖവാതീമ അമലിക. മൂന്നാമത്തത് നിന്റെ അമലുകൾ, നിസ്കാരത്തിലെ ഇബാദത്തുകൾ. അള്ളാഹു എത്ര സൗകര്യമാണ് ചെയ്തു തന്നിരിക്കുന്നത്. ഖസ്റാക്കാം, ജംആക്കാം. ഒരു പ്രാവശ്യം, ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്യുന്ന മനുഷ്യന് ഒറ്റ സ്ഥലത്ത് നിസ്കരിക്കാൻ ഇറങ്ങിയാൽ മതി. ഒരു പ്രാവശ്യം ദുഹറിന്റെ സമയം പറഞ്ഞ് ദുഹർ അസ്ർ നിസ്കരിച്ചാൽ, പിന്നെ മഗ്രിബിന്റെ സമയത്ത് മഗ്രിബ് ഇശാഇന്റെ കൂടെ നിസ്കരിക്കാൻ വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് യാത്ര ഒക്കെ കഴിഞ്ഞ് രാത്രി റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി കുളിച്ച് ഫ്രഷായി മഗ്രിബ് ഇശാ ഒരുമിച്ച് നിസ്കരിച്ചാൽ മതി. പകലിൽ ഒറ്റ വക്കത്ത്, രാത്രിയിൽ ഒറ്റ വക്കത്ത് യാത്രക്കാരന് ഒരു സമയം ഇറങ്ങി ഒന്നു. അത് തന്നെ 2 റക്അത്തായിട്ട് ചുരുക്കിക്കോ, 4 നിസ്കരിക്കണ്ട. എന്തിനാണ്? യാത്ര അള്ളാന് ഇഷ്ടമാണ്. നിങ്ങൾ യാത്ര ചെയ്തോ, നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ, നിങ്ങൾ ലോകം കണ്ടോ, പക്ഷേ ഈ യാത്രകളിൽ നിങ്ങളുടെ ഖൽബിൽ അള്ളാഹു ഉണ്ടാകണം, നിങ്ങളുടെ നെഞ്ചിൽ അള്ളാഹു ഉണ്ടാവണം, നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഉണ്ടാവണം. ഒരു കാലത്തും യാത്രകൾ നിങ്ങളെ മറക്കാൻ പാടില്ല. ഞാൻ നമ്മുടെ വയനാട് അസീസൊക്കെയുണ്ട്, സ്നേഹസാഗരത്തിൻ്റെ കോർഡിനേറ്ററാണ്. ഒരുപാട് ദീനീ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്. അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ, വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകനാണ്. ഗൾഫിൽ സൗദി ദമാമിലെ KMCCയുടെ പ്രവർത്തകനാണ്. എൻ്റെ കൂടെ സ്നേഹസാഗരത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ സൗദിയിൽ അതിനൊരു കമ്മിറ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടി നിരന്തരം ദിവസങ്ങളോളമുള്ള യാത്ര. സൗദിയിൽ തന്നെ ഒരുപാട് എയർപോർട്ടുകളുണ്ട്. ഞാനും അദ്ദേഹവും ഒരുമിച്ചാണ്, വേറെ ആരും കൂടെയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് റൂമിൽ, ഒരുമിച്ചാണ് ഫ്ലൈറ്റിൽ, ഒരുമിച്ചാണ് ഉറങ്ങുന്നത്, ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, ഒരുമിച്ചാണ് നിസ്കരിക്കുന്നത്. എന്നെ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന 10-15 ദിവസങ്ങൾ, എനിക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന 10-15 ദിവസങ്ങൾ. ഞാൻ തരികിടയുള്ള ആളാണെങ്കിൽ എന്നെ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് ഇറങ്ങും പോണ്ട, ആരോടും ചോദിക്കണ്ട, തൻസീറിനോട് ചോദിക്കണ്ട. കാരണം എന്താ? എൻ്റെ കൂടെ അദ്ദേഹമുണ്ട്, രാത്രിയുണ്ട്, പകലുണ്ട്. ഒരിക്കലും ഒരു മനുഷ്യന് കള്ളത്തരം മറച്ചു വെക്കാൻ പറ്റൂല ഒരുമിച്ചുള്ള യാത്രയിൽ. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഹദ്ദാദ റാത്തീബ് ഓതുന്ന, നിസ്കാരം കഴിഞ്ഞാൽ ആ അത്തഹിയാത്തിൽ തന്നെ ഇരുന്ന് സലാം കിട്ടിയിട്ട് ആ ഇരുത്തത്തിലിരുന്ന് ഒരുപാട് ദിക്റും സ്വലാത്തും ചെല്ലുന്ന, നിഷ്കളങ്കമായി ഒരുപാട് ചാരിറ്റികൾ, കാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന, അതിപ്പോൾ സ്നേഹസാഗരത്തിന് വേണ്ടി മാത്രമല്ല, ഏതെങ്കിലും ഒരു സുഖമില്ലാത്ത ഒരാൾ വന്നാൽ, ഒരു ക്യാൻസർ രോഗി വന്നാൽ, ഒരു കിഡ്നി നഷ്ടപ്പെട്ട രോഗി വന്നാൽ, അങ്ങനെ ഒരു പള്ളിയുടെ വിഷയം വന്നാൽ, ഒരു സ്ഥാപനത്തിൻ്റെ വിഷയം വന്നാൽ, അതിനൊക്കെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി യാത്ര ചെയ്തിട്ട്, അങ്ങനെ ഇപ്പോൾ സ്നേഹസാഗരത്തിൻ്റെ യാത്രയൊക്കെ ഞാനും അസീസക്കായി നമ്മുടെ സ്വന്തം പൈസ മുടക്കിയ ചിലവാക്കിയത്, ആളുകൾ തരുന്ന പൈസ എടുത്തിട്ട് നമ്മൾ ചിലവാക്കിയതല്ല. അങ്ങനെ യാത്രകളിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇന്നയാളുടെ സ്വഭാവം എന്താണ്. നിങ്ങൾക്ക് എൻ്റെ സഹോദരിമാരിപ്പോൾ തന്നെ പറയും, തല കുലുക്കും,
അവളെ കൂടെ ഒരു യാത്ര പോയി ഉസ്താദേ, അപ്പോൾ തന്നെ അവളെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഉറപ്പായിട്ടും മനസ്സിലാവും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കാണ്. അതുകൊണ്ട് മനസ്സിലാവും. ആ യാത്രയിൽ നമുക്കൊരിക്കലും നമസ്കാരം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിനോട് നിങ്ങൾ എന്തു പറയും? നിങ്ങൾ എന്തു പറയും? അള്ളാഹു പറയൂലേ, എത്ര സൗകര്യമാണ് യാത്രക്കാരെ നിങ്ങൾക്ക് ചെയ്തു തന്നത്. 2 ഉപദേശകരെയാണ് അള്ളാഹു ലോകത്ത് പടച്ചിട്ടുള്ളത്. ഒന്ന് സംസാരിക്കുന്ന ഉപദേശകനാണ്, മറ്റൊന്ന് സംസാരിക്കാത്ത ഉപദേശകനാണ്. സംസാരിക്കുന്ന ഉപദേശകൻ അന്നാത്തിഖു, സംസാരിക്കുന്ന ഉപദേശകൻ അത് ഖുർആനാണ്. ഖുർആനാണ് സംസാരിക്കുന്ന നാത്തിഖായ ഉപദേശകൻ. എപ്പോഴും നമ്മളോട് ഖുർആൻ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. തഖ്വയെക്കുറിച്ച്, ശ്രദ്ധയെക്കുറിച്ച്, മരണത്തെക്കുറിച്ച്, ഭൗതിക ലോകത്തിന്റെ അപകടങ്ങളെക്കുറിച്ച്, ദുന്യവിയായ മോഹവലയത്തിലേക്ക് വീണുപോയാലുണ്ടാകുന്ന അതിൻ്റെ പരിസമാപ്തിയുടെ സങ്കടങ്ങളെക്കുറിച്ചൊക്കെ ഈ ഖുർആൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കും. സംസാരിക്കാത്ത ഉപദേശകൻ എന്ന് പറയുന്നത്, മമ്മൂട്ടി മുസ്ലിയാർ എന്നോട് പറഞ്ഞു, ഞാൻ പോവാണ് മോനെ, ദുആ ചെയ്യണം. ഞാനിവിടെ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ കുടുംബത്തിൽ ഒരാളാണ് ഇന്ന് മരണപ്പെട്ടത്, സുപ്പി എന്ന് പറയുന്ന സഹോദരൻ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിലെ 1ാമത്തെ രാത്രിയാണ്. ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. സുഹൃത്ത് ഷൗക്കത്ത് അലി ഉസ്താദ് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു പ്രശ്നവുമില്ലാതെ, ഒരു ശാരീരികമായ പ്രയാസങ്ങളുമില്ലാതെ, ഒരു നൊമ്പരങ്ങളുമില്ലാതെ രാവിലെ ചിലവഴിച്ച സഹോദരനാണ്. പക്ഷെ അങ്ങനെയാണ് അത്. ഇന്ന് ആ സൂഫി സാഹിബ് വീട്ടിൻ്റെ അകത്ത് വെള്ള പുതച്ച് കിടക്കുന്നത് നിങ്ങളോടൊരു ഉപദേശമാണത്. നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഉപദേശമാണ്. ചിരിക്കുന്നവർ, കളിക്കുന്നവർ, കയ്യിൽ കിടക്കുന്ന ആഭരണത്തെ നോക്കിയിട്ട് മതിമറന്ന് കുടുംബത്തിനോട്, അയൽവാസികളോട് കടമകളും കടപ്പാടുകളും മറന്ന് ഉല്ലസിക്കുന്നവർക്ക് ഉപദേശമാണ്. എല്ലാം മറന്നുകൊണ്ട് ആഘോഷിക്കുന്നവർക്ക് ആ പൊതിഞ്ഞു കിടക്കുന്ന ശരീരം ഒരു ഉപദേശമാണ്. അസ്വാമിത്ത്, അതായത് മൗനമായ, മിണ്ടാത്ത ഉപദേശം എന്ന് പറയുന്നത് മൗനമാണ്, മരണമാണ്. മരണം അതൊരുപാട് ഉപദേശം മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു, നമ്മളത് കേൾക്കുന്നില്ല എന്നു മാത്രമാണ്. പക്ഷെ ബുദ്ധിയുള്ളവർ അത് കണ്ടിട്ട്, അത് ചിന്തിച്ച്, എന്നെപ്പോലെ ചിരിച്ച് കളിച്ച് നടന്നവനാണ് ഇന്നിതാ കിടക്കുന്നു പടച്ചോനെ, അതുകൊണ്ട് എനിക്കൊരു വലിയ മാറ്റമുണ്ടാക്കണം, ഇങ്ങനെ ഒന്ന് കിടക്കുന്നതിന് മുമ്പ് അവിടേക്ക് കൊണ്ടുപോകേണ്ടത് ഞാൻ ഒരുക്കി വെക്കണം എന്നുള്ള ഒരു തയ്യാറെടുപ്പ് നടത്താൻ ബുദ്ധിയുള്ള വിശ്വാസി സമയം കണ്ടെത്തും. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഒരു അറിവിന്റെ മഹാവിസ്മയമായിരുന്നു എന്ന് അനമദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ എന്ന, ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ അതിന്റെ കവാടമാണ് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ ജീവിതം മുഴുവനും അങ്ങനെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ നോട്ടം, നടത്ത, ഇരുത്ത, വർത്താനം, കൂടെ യാത്ര ചെയ്താൽ ആ യാത്രയിൽ വരുന്നവർക്ക് കിട്ടുന്ന വിജ്ഞാനത്തിന്റെ അത്ഭുതമായ മണിമുത്തുകൾ ഒരുപാട് കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞു കവിയുന്ന വിജ്ഞാന സാഗരമാണ്. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള അനുയായി വൃന്ദങ്ങളുടെ കൂടെ ഒരിക്കൽ ഖബർസ്ഥാനിലൂടെ നടന്നു പോവാണ്. ആ സമയത്ത് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ഖബറാളികളുടെ മുമ്പ് നിന്നിട്ട് തന്റെ കൂടെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ ഖബറാളികൾ എന്താണ് നമ്മളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഖബറിൽ നിന്നവർ എഴുന്നേറ്റ് വന്നാൽ, അള്ളാഹു അവർക്ക് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്താൽ, ഈ വന്നു നിൽക്കുന്നവരോട് നിങ്ങൾ വർത്താനം പറയൂ എന്ന് അള്ളാഹു അവരോട് പറഞ്ഞാൽ, ആ വർത്താനം അവർ പറയുന്നുണ്ട്, അത് കേൾക്കാൻ ഒരു അവസരം അല്ലാഹു എനിക്കും നിങ്ങൾക്കും തന്നാൽ, ആ ഖബറാളികൾ എന്തായിരിക്കും നമ്മളോട് പറയുന്നതെന്നറിയുമോ എന്ന് മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തന്റെ അനുയായി വൃന്ദങ്ങളോട് ചോദിക്കുമ്പോൾ അവർ കൈമലർത്തുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, അവർ ചോദിക്കുന്നത് എന്തെന്നറിയോ? എന്റെ മോന് സുഖം തന്നെയാണോ? എനിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കൊട്ടാരം ഇപ്പൊ ആരാണ് താമസിക്കുന്നത്? എന്റെ ഭർത്താവ് ഞാനില്ലാത്ത ദുഃഖം കൊണ്ട് പാടിപ്പറഞ്ഞ് തളർന്ന് ക്ഷീണിച്ച് അവശനായി പോയിട്ടുണ്ടോ? ഉമ്മ ചോദിക്കുകയാണ്, ഉമ്മയില്ലാത്ത ജീവിതം എന്റെ മക്കൾക്ക് എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ മരണപ്പെട്ടതിന്റെ എന്റെ പ്രിയപ്പെട്ട മക്കൾ എന്റെ മയ്യത്ത് കട്ടിലിന്റെ പിന്നാലെ ഓടിയത് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല.
അതുകൊണ്ട് എന്റെ മക്കളുടെ ജീവിതം എങ്ങനെയുണ്ട്? ഓരോ വിശേഷങ്ങളാണ് അവർ ചോദിക്കുന്നത്. മോളെ കല്യാണം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, എന്റെ മോളെ കല്യാണം. ഞാൻ മരണപ്പെട്ടതിന് ശേഷം എന്റെ പൊന്നുമോളെ കല്യാണം എങ്ങനെയാണ് നടന്നത്? ആ കല്യാണത്തിന് ഒരുക്ക് കൂട്ടിയത് എങ്ങനെയാണ്? അതിന്റെ സാമ്പത്തികം കൊണ്ടുവന്നത് എങ്ങനെയാണ്? അങ്ങനെ ഖബറാളുകൾ ചോദിക്കുമെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. വെള്ളമുണ്ടയിലെ പ്രിയപ്പെട്ടവളെ, പഴന്തിനയിലെ പെങ്ങളെ, ചെറുപ്പക്കാരാ, ഇനി ഒരു ഖബർ കാണുമ്പോ, ഇനി ഒരു ഖബറിലേക്ക് നോക്കുമ്പോ ആ ഖബർ നിങ്ങളോട് വർത്തമാനം പറയുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. ഖബറിന്റെ അകത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട വാപ്പാന്റെ ചാരത്ത് വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ് തിരക്കിട്ടോടുന്നതിനിടയിൽ ശഅബാൻ മാസമല്ലേ, വാപ്പച്ചിക്ക് ഒരു ഫാത്തിഹ മറക്കല്ലേ എന്ന് ഉമ്മ പറഞ്ഞത് കൊണ്ട് 4 മൊബൈലും കയ്യിലും ചെവിയിലും വെച്ചുകൊണ്ട് വാപ്പാന്റെ ഖബറിന്റെ അടുത്ത് വന്ന് തിരക്കിട്ട ജീവിതത്തിലേക്ക് ഓടി മറയുന്ന പ്രിയപ്പെട്ട വെള്ളമുണ്ടയിലെ വയനാട്ടിലെ ചെറുപ്പക്കാരാ, ആ വാപ്പ നിന്നോട് വർത്താനം പറയുന്നത് നീ ഒന്ന് സങ്കല്പിച്ചു നോക്കുക. മോനെ തിരക്കായി പോയോ? മോനെ നിനക്ക് തിരക്കായി പോയോ? ഈ വാപ്പാന്റെ കാര്യം അന്വേഷിക്കാൻ നേരമില്ലാണ്ടായി പോയോ? വാപ്പ ഖബറിന്റെ അകത്ത് കരയുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ? ഒരു സമാധാനത്തോടെ ഒരു ഫാത്തിഹ നേരമില്ലാതെ ഓടുന്ന മക്കള്, മടിത്തട്ടില് മക്കളെ വെച്ചുകൊണ്ട് വാത് കേൾക്കുന്ന പഴഞ്ചിനയിലെ ഉമ്മ, ഈ മഞ്ഞുതുള്ളി എന്റെ കുഞ്ഞിന്റെ ശിരസിൽ വീണുപോയാൽ ആ കുഞ്ഞിന് പനി വരുമോ, അസുഖം വരുമോ എന്ന് ഭയന്നിട്ട് തട്ടം കൊണ്ട് പൂടി പുതച്ച് ചേർത്ത് വെക്കുന്ന ഹൃദയത്തിന്റെ ചൂട് പകരുന്ന ഉപ്പ, ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മകളാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്. പരലോകത്തിന്റെ ചിന്തകളാണ് മക്കൾക്ക് കൊടുക്കേണ്ടത്. നീ മരണപ്പെടുമ്പോ എന്റെ മക്കളുണ്ടല്ലോ എന്ന ധൈര്യത്തിലാണ് മരണപ്പെടേണ്ടത്. മരണപ്പെടുമ്പോ എന്റെ മക്കളുണ്ട്, അൽഹംദുലില്ലാഹ്, ആ ധൈര്യത്തിൽ മരിക്കണം. അങ്ങനെ മരിക്കാൻ എത്ര വാപ്പമാർക്ക്, ഈ മനോഹരമായ സദസ്സിലിരിക്കുന്ന എത്ര ഉപ്പമാർക്ക് ധൈര്യമുണ്ട്? ഒന്നും പേടിക്കണ്ട ഉസ്താദ്, എനിക്ക് എന്റെ മകനുണ്ട്. എത്ര ധൈര്യമുണ്ട് എത്ര ഉമ്മമാർക്ക്, എനിക്കൊന്നും പേടിക്കണ്ട, എനിക്ക് എന്റെ പ്രിയപ്പെട്ട മോളുണ്ട്, മോനുണ്ട്. റൂഹ് പിരിയുന്നതിന് മുമ്പ് കാതോടുകൂടിയാണ് അറുത്തുകൊണ്ട് പോകുന്നത് കമ്മലും ആഭരണങ്ങളും. ഇത് വെറുതെ പറയുന്നതല്ല. ഇന്ന് മക്കളുടെ ഹോബി തലവെട്ടലാണ്. ഉമ്മാന്റെ തലവെട്ടുക, വാപ്പാനെ കുത്തുക, അടിക്കുക. അതൊന്നും അവർക്കൊരു വിഷയമല്ല. വാപ്പയും ഉമ്മയും ഒരു ദിവസം രാത്രി തന്റെ വികാര പൂർത്തീകരണം നടത്തിയപ്പോൾ ഞാനുണ്ടായി എന്നതല്ലാതെ വാപ്പ ഉമ്മ എന്ന കടമയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചിന്തകൾ നമ്മുടെ മക്കൾക്ക് ഇന്ന് അന്യമായി പോയി. അതിനു മാത്രം സ്ഥാപനങ്ങളുണ്ട് നമുക്ക്. എത്ര സ്ഥാപനങ്ങൾ, മതവിദ്യാ കലാലയങ്ങൾ, 2 വിദ്യാഭ്യാസവും കൊടുക്കുന്ന മഹത്തായ സംവിധാനങ്ങൾ. അതൊന്നും നമ്മുടെ ഈ ഉമ്മമാർക്ക് ഉപ്പമാർക്ക് ഇഷ്ടമല്ല. കാരണം അതൊക്കെ നേതൃത്വം കൊടുക്കുന്നത് മൗലിയന്മാരായതുകൊണ്ട് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ ഖബർ, അൽഹംദുലില്ലാഹ്, നമ്മുടെ മക്കൾ, പുറമേയുള്ള അലങ്കാരമല്ല, ഖബറിന്റെ അകത്ത് നമ്മുടെ മക്കൾ അലങ്കരിക്കണം. ഒറ്റ ദിവസം പോലും എന്റെ മോൻ മറക്കൂല എന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വാപ്പുണ്ടോ? ഒരു ദിവസം പോലും എന്നെ മറക്കൂല ഉസ്താദേ, അവനെ ഞാൻ അങ്ങനെ വളർത്തിയത് പറയൂല. ഒരു ഉമ്മാക്ക് പറയാൻ പറ്റൂല. നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ മക്കളെ വളർത്തിയത്. നിങ്ങൾ അങ്ങനെയല്ല നിങ്ങളുടെ മക്കളെ വളർത്തിയത്. ഇപ്പൊ സങ്കടം വരുന്നില്ലേ? അപ്പം മരണപ്പെടുമ്പോ എന്തായിരിക്കും അവസ്ഥ? എത്രയും പെട്ടെന്ന് കൊണ്ട് അടക്കി എല്ലാരും തിരിഞ്ഞു പോകും. منايا فلا أرض تقيه ولا سمع وأرض الله واسعة ولكن إذا نزل القضاء معك الفضاء. എന്തെല്ലാം ഈ ഭൗതിക ലോകത്ത് നീ നേടിയാലും, എത്ര വലിയ കൊട്ടാര സമുച്ചയത്തിന്റെ അകത്തിന്റെ പൊന്നാര പെങ്ങളെ നീ കിടന്നുറങ്ങിയാലും, പടഞ്ചനയിലെ മുഴുവൻ സഹോദരിമാരും നിന്റെ സൗന്ദര്യം കണ്ട്, നിന്റെ കൊട്ടാരം കണ്ട്, നിന്റെ ആഭരണങ്ങൾ കണ്ട്, നിന്റെ ജീവിത ശൈലി കണ്ടിട്ട് മൂക്കത്തി വിരൽ വെച്ചുകൊണ്ട് അത്ഭുതപ്പെട്ടു പോയാൽ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ, നിന്റെ റൂഹ് കൊണ്ടുപോകുമെന്നതിൽ സംശയമില്ല. നീ മരണപ്പെട്ടു പോകുമെന്നതിൽ സംശയമില്ല. ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല, ആർക്കും പിടിച്ചു വെക്കാൻ കഴിയില്ല. അവിടെ നിന്റെ കൂടെ വരേണ്ട പ്രിയപ്പെട്ട മക്കളെ നീ ഓർക്കണം. അവരുമ്മാ
ഉമ്മാന്റെ കബറ് കാണുമ്പോ ആ ഉമ്മ മോനെ എന്ന് വിളിക്കുന്ന വിളി അവരുടെ കാതിൽ കേൾക്കണം. വെറുതെ കബറ് കണ്ടുപോയാ പോരെ, കബറിന്റെ മുകളിൽ ചെടി കരിഞ്ഞു പോയെന്ന് പറഞ്ഞ് വെള്ളമൊടിച്ചിട്ട് മടങ്ങിപ്പോയാ പോരാ. അകത്തു കിടക്കുന്ന ബാപ്പാന്റെ വർത്താനം കേൾക്കുന്ന, അകത്ത് കിടക്കുന്ന ഉമ്മാന്റെ വർത്തമാനം കേൾക്കുന്ന വിധത്തില് ആ പ്രിയപ്പെട്ട മക്കളെ നീ പാകപ്പെടുത്തിയെടുക്കണം. നിരീശ്വരവാദത്തിന്റെ ഏറ്റവും മോശമായ അന്തരീക്ഷത്തിലൂടെ നീങ്ങുമ്പോ അവർക്ക് യഥാർത്ഥ പണ്ഡിതന്മാരുടെ മുന്നിൽ മുട്ടുമടക്കി പരാജയപ്പെട്ട് ഇറങ്ങി ഓടുന്നത് ഈ പ്രിയപ്പെട്ട യുവതലമുറ മനസ്സിലാകാറ്. അവര് കട്ട് ചെയ്ത് വിടുന്ന ക്ലിപ്പ് കണ്ടിട്ട് അല്ലാഹുവിനെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ആരംഭ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിഭവം പറഞ്ഞ്, ആൾ ദൈവമാണെന്ന് പറഞ്ഞ്, ആക്ഷേപം പറഞ്ഞ് പരിഹസിക്കുമ്പോ ആ വലയിൽ വീണു പോകല്ലേ എന്റെ പ്രിയപ്പെട്ടവര്. മഹാനായ മാലിക് ദിനാർ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. ആ പ്രിയപ്പെട്ടവര് പറയുകയാണ്, ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഖബറുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ അവർക്കതൊരു ജീവിതത്തിന്റെ വലിയ മാറ്റത്തിന് കാരണമായിരുന്നു. അവരെ ഹൃദയത്തിന്റെ വെളിച്ചത്തിന് കാരണമായിരുന്നു. ഖബറുകൾ കാണുന്നത്, ഖബറിന്റെ അടുത്തൂടെ നടക്കുന്നത്, ഖബറാളികളോട് സലാം പറയുന്നത്, ഖബർ സിയാറത്ത് ചെയ്യുന്നത്, അവർക്ക് ദുആ ചെയ്യുന്നത്, പള്ളിപ്പറമ്പിന്റെ വിജനമായ ഖബർസ്ഥാനിലേക്ക് പള്ളിയുടെ ജനാല തുറന്നിട്ട് ഈ ദീർഘശ്വാസം വിട്ടുകൊണ്ട് നോക്കി, നെടുവീർപ്പിട്ടുകൊണ്ട് നോക്കിയിരിക്കുന്ന രംഗങ്ങൾ അവരെ ഖൽബ് തന്നെ വെളുപ്പാക്കാൻ അവർക്ക് കാരണമായിരുന്നു. നമുക്കിന്ന് ആ പേടിയൊന്നുമില്ല. ഖബർസ്ഥാനിലെ മീസാങ്കലിന്റെ മുകളിൽ ചവിട്ടിയിട്ട് സിഗരറ്റ് വലിച്ചു വിടുന്ന മക്കളുണ്ട്. വെള്ളിയാഴ്ചയിൽ ജുമഴക്ക് വന്നാല് ജുമയുടെ സമയമായാലും അകത്ത് കയറൂല. ഇങ്ങനെ ബാത്റൂമിന്റെ അവിടെ, ഖബർസ്ഥാനിന്റെ അവിടെ നിന്ന് മൊബൈൽ ഇങ്ങനെ, ഇതിനു മാത്രം എത്ര വിഷയങ്ങളാണ് അവർ പരിഹരിക്കുന്നത്. അങ്ങനെ സംസാരം തന്നെ. എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും, എത്ര വലിയ സംഘടനാ പ്രവർത്തകനാണെങ്കിലും, എത്ര വലിയ തിരക്കുള്ളവരാണെങ്കിലും